ഹായ് നമസ്കാരം, വോയിസ് ഓഫ് മുജീബിലേക്ക് അവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. പാകിസ്ഥാൻ ശ്രീലങ്ക മത്സരത്തിൽ പാകിസ്ഥാന് മികച്ചൊരു തുടക്കമാണ് ഇന്ന് ഓപ്പണർമാർ നൽകിയത്. ഇന്ത്യ സിംബാബ്വെക്കെതിരെ ഓപ്പണിങ്ങിൽ മാറ്റം വരുത്തിയതുപോലെ ഇന്ന് പാകിസ്ഥാനും ഓപ്പണിങ്ങിൽ ഒരു മാറ്റം വരുത്തിക്കൊണ്ടാണ് ശ്രീലങ്കയ്ക്കെതിരെ കളിക്കാൻ ഇറങ്ങിയത്. സ്ഥിരം പരാജയമായിരുന്ന സൈം അയ്യൂബിനെ മാറ്റിക്കൊണ്ടാണ് ഫഖർ സമാൻ ഓപ്പണിങ്ങിലെത്തിയത്. അത് പാകിസ്ഥാന് വളരെയേറെ ഗുണം ചെയ്തു. ഓപ്പണിംഗ് പാർട്ണർഷിപ്പിൽ പാകിസ്ഥാൻ പടുത്തുയർത്തിയത് 176 എന്ന റൺസാണ്. സാഹിബ്സാദ ഫർഹാൻ 60 പന്തിൽ 100 റൺസ് നേടിയപ്പോൾ ഫഖർ സമാൻ 42 പന്തിൽ 84 റൺസ് എടുത്തു. പാകിസ്ഥാൻ ആദ്യ വിക്കറ്റ് നഷ്ടമാകുന്നത് 15.5 ഓവറിലാണ്. സ്കോർ 176. ഫഖർ സമാൻ 4 സിക്സുകളും 9 ഫോറുകളും നേടി. ഫർഹാൻ 5 സിക്സുകളും 9 ഫോറുകളും നേടി. പാകിസ്ഥാൻ ആദ്യ വിക്കറ്റ് നഷ്ടമായതിനു ശേഷം പിന്നീടൊരു കൂട്ട തകർച്ചയായിരുന്നു. ഒരു ഗംഭീര തുടക്കത്തിന് ശേഷം ഒരു പക്ഷേ 240 എന്ന സ്കോറിലേക്ക് പാകിസ്ഥാൻ എത്തുമെന്ന് തോന്നിച്ച ഘട്ടത്തിൽ നിന്നാണ് അവസാന 25 പന്തുകളിൽ വെറും 36 റൺസിനിടെ 7 വിക്കറ്റുകൾ നഷ്ടപ്പെടുത്തി പാകിസ്ഥാൻ. 212 എന്നത് സെമി സാധ്യത നിലനിർത്താൻ ഉപകരിക്കുന്ന സ്കോറാണെങ്കിൽ പോലും ഒന്നുകൂടി എളുപ്പമാകുമായിരുന്നു 240 എന്ന സ്കോർ കണ്ടെത്തിയാൽ. പക്ഷേ അനാവശ്യമായ അവസാന നിമിഷങ്ങളിൽ പാകിസ്ഥാൻ ബാറ്റേഴ്സ് വിക്കറ്റ് വലിച്ചെറിയുന്ന കാഴ്ചയാണ് കണ്ടത്. ഇന്നത്തെ മത്സരത്തിൽ പാകിസ്ഥാൻ ജയിച്ചാൽ മാത്രം പോരാ, ന്യൂസിലാൻഡിൻ്റെ റൺ റേറ്റ് മറികടന്നുകൊണ്ട് വേണം സെമിയിലേക്ക് എത്താൻ. അതിന് ശ്രീലങ്കയെ 147 റൺസിനുള്ളിൽ പാകിസ്ഥാന് എറിഞ്ഞിടേണ്ടിയിരിക്കുന്നു. ആവേശത്തിൻ്റെ മത്സരമായി മാറുന്നു പാകിസ്ഥാൻ ശ്രീലങ്ക മത്സരം. എല്ലാ കണ്ണുകളും ആ മത്സരത്തിൻ്റെ റിസൾട്ടിലേക്ക് തന്നെയാണ്. 147 ശ്രീലങ്കയെ എറിഞ്ഞിട്ട് സെമിയിലേക്ക് മുന്നേറാൻ സാധിക്കുമോ? 147 എന്ന സ്കോറിനുള്ളിൽ ശ്രീലങ്കയെ ഒതുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പാകിസ്ഥാൻ ജയിച്ചാലും ന്യൂസിലാൻഡ് തന്നെയാണ് സെമിയിലേക്ക് മുന്നേറുക. അടുത്ത ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഗുഡ് ബൈ.